എൻ്റെ പേര് ശശാങ്ക് ഉള്ളവണ മക്കാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എന്തായാലും സോഷ്യൽ മീഡിയ മൊത്തം കേരളം മൊത്തം ന്യൂയോർക്കിലാണ്. കാരണം ന്യൂയോർക്കിൽ പുതിയ കേരളം രൂപീകരിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിലാണ് എല്ലാവരും. എന്നാ കാരണം എന്നല്ലേ, ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സോറാൻ മംദാനിയാണ്. അതിൽ കേരളത്തിൽ എന്താ കാര്യം? കേരളത്തിലുണ്ടല്ലോ കാര്യം. ഇന്ത്യയിലെ മൊത്തം പ്രതിപക്ഷത്തിലുണ്ട് കാര്യം. കാരണം മൂന്ന് കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യ ഏറ്റെടുക്കുക എന്നുള്ളതുകൊണ്ട്. ഒന്നെന്ന് പറയുന്നത് അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ മരുമോൻ്റെ അതേ റോളാണ്. അതായത് ഇടത് വിസ്മയ പാലമാണ് അദ്ദേഹം, ഈ സോറാൻ മംദാനി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മെഹമ്മൂദ് മംദാനി ഉഗാണ്ടയിൽ നിന്നും ഇവിടെ വന്ന് ഇമിഗ്രൻ്റായി. അവർ കുടിയേറ്റക്കാരാണ്. അതേപോലെ തന്നെ അവരുടെ അമ്മ മീര നായർ മിശ്രവിവാഹം. അപ്പോൾ അതിൽ നിന്ന് മകൻ പ്രോ പാലസ്റ്റീൻ, അതേപോലെ തന്നെ ആൻറ്റി മോദി, ആൻറ്റി ഇസ്രയേൽ. വേറെന്താ വേണ്ട നമ്മൾ ആഘോഷിക്കല്ലേ, നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വന്നിട്ട് വേറെന്താണ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ്. ഇതിലും വലിയ സന്തോഷം എന്താ വേണ്ടത്? ഇനി ന്യൂയോർക്കിലെ മൊത്തം കാര്യങ്ങളും ഇവിടുന്നാണ് തീരുമാനിക്കുക. ശാസ്താംകോട്ടയിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ തീരുമാനിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ വിളിച്ച് ട്രെയിനിങ് കൊടുക്കാൻ പോവുകയാണ്. കാരണം അദ്ദേഹത്തിന് മേയർ പണി അറിയില്ല. അദ്ദേഹത്തിന് മേയർ പണി പഠിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കോളിങ് നമ്മൾ കൊടുക്കും, ജനകീയ ആസൂത്രണം പഠിപ്പിക്കാൻ, ഫുഡിലും കുഴിയിലും വീഴുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ. ഈ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, അദ്ദേഹം അവിടെ എന്തായാലും പ്രോമിസ് ചെയ്തിരിക്കുന്നത് വളരെയധികം സിമ്പിളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒക്കെ ഫ്രീ ആക്കും. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് മൊത്തം ഫ്രീ ആക്കും, ഞാൻ റെൻറ്റ് മൊത്തം അഫോർഡബിൾ ആക്കി ഫ്രീസ് ചെയ്ത് തരും, അതേപോലെ ഹെയ്റ്റ് ക്രൈംസിനെതിരെ പ്രൊട്ടക്ട് ചെയ്യും, അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റുകൾക്ക് അതായത് ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്ക് ഹെവി ടാക്സേഷൻ കൊടുക്കും. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മൂപ്പര് ഇവിടുത്തെ ഇൻഡസ്ട്രിയിലൊക്കെ പായിക്കും, മറ്റേ സൈഡിൽ നിന്ന് മൂപ്പര് എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും. പിന്നെ അത് കടക്കണില്ല. ഒരു അരവിന്ദ് കെജ്രിവാൾ ക്യാപ്സ്യൂളാണ്, പ്ലസ് നമ്മുടെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മോഡൽ. എല്ലാം ഫ്രീ ഫ്രീ ഫ്രീ. പണം ഇവിടുന്ന് ആർക്കും അറിയില്ല. വ്യവസായങ്ങളെ തുരത്തുക, പണം ഇവിടുന്ന് ആർക്കും അറിയില്ല. കട എടുക്കുക, ഇനി കട എടുത്ത് മുടിയെ അങ്ങനെ എന്താ ചെയ്യக்கூടാது? ന്യൂയോർക്കാരുടെ വിധി. അവർ തിരഞ്ഞെടുത്താണ്. ഇപ്പോൾ ഓരോരുത്തർ തിരഞ്ഞെടുക്കുന്നതിൽ ഓരോരുത്തർക്ക് കിട്ടുള്ളൂ. പക്ഷേ എന്തായാലും സോറാൻ മംദാനി കൊണ്ട് ന്യൂയോർക്കാർക്ക് ഇനിയൊരു ഗുണമുള്ളത്, നമ്മുടെ ലണ്ടനിലൊക്കെ കാണുന്ന പോലെ, യൂറോപ്പിലെ പല സ്ഥലങ്ങളും നമ്മൾ കാണുന്ന പോലെ, ഇനി അവിടുത്തെ ഡെമോഗ്രഫി മാറാൻ തുടങ്ങും, അവിടുത്തെ നിയന്ത്രണങ്ങൾ മാറാൻ തുടങ്ങും. അവിടെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ല, ഇനി മൊത്തത്തിൽ ഓവർ പ്രൊട്ടക്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാം പ്രൊട്ടക്ട് ചെയ്തിട്ട് പോകേണ്ടി വരും. ആ ഒരു അവസ്ഥയായിരിക്കും. കാരണം അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. കാരണം ലണ്ടനിലും ഇതേപോലെ തന്നെ സാദിഖ് ഖാൻ എന്ന് പറഞ്ഞ മേയർ വന്നപ്പോൾ ഉണ്ടായത്. ഒരു മതവിവാദത്തെ പെർട്ടിക്കുലറായിട്ടൊന്നും ഞാൻ പറയില്ല, പക്ഷേ അജണ്ട സിമ്പിളാണ്. കാരണം ഇദ്ദേഹം പ്രോ ഖാലിസ്ഥാനി മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. അതേപോലെ തന്നെ പ്രോ പാലസ്റ്റീൻ, പ്രോ ഇസ്രയേൽ, ഹേറ്റ് മോദി, ഹേറ്റ് ഇന്ത്യ ക്യാമ്പയിൻ്റെ മെയിൻ ആണ് മൂപ്പർ ഇപ്പോഴും ഗുജറാത്തിലായിട്ട് ഭ്രൂണം ഇവിടുത്തെ ഈ അന്തംഗമി ക്യാപ്സ്യൂൾ അതേപോലെ തന്നെ വിഴുങ്ങിക്കൊണ്ട് അന്താരാഷ്ട്ര ചെകുവേരയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പുതിയ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ. ഇന്ത്യൻ ചെകുവേര എന്തായാലും തുഴഞ്ഞ് കോൺഗ്രസ്സിലെത്തിയ പോലെ ഈ ചെകുവേര എങ്ങനെയാണ് എത്തുക എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഈ ചെകുവേര എന്തായാലും ഇടത് വിസ്മയ പാലത്തിൻ്റെ ആളായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള സ്ഥലമാണ് ന്യൂയോർക്ക്. എന്നിട്ട് ഇദ്ദേഹം ജയിച്ചത് ഈ ഒരു ആങ്സൈറ്റി, അതായത് അവിടുത്തെ യുവാക്കൾക്കിടയിലും ജനങ്ങൾക്കിടയിലുള്ള ഈ കോസ്റ്റ് ഓഫ് ലിവിങ് അഫോർഡബിലിറ്റി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സാന്ത്വനത്തിൻ്റെ തണലായി വന്ന് അവസാനം മൊത്തമായിട്ട് വിസ്മയമാക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും ആഗോള ചെകുവേര ഒരു